ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എന്താണ് ഇന്നലെ എംടിയുടെ ഒരു പ്രസംഗം, അതിലെ പരാമർശങ്ങൾ വലിയ ചർച്ച. കോഴിക്കോടാണ് കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നത്. പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ പ്രകടമായിരുന്നു. അദ്ദേഹം മുഖ്യമായിട്ടും ഉദ്ദേശിച്ച് കാണുന്ന കേരളത്തിലെ കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ എംടിയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, പക്ഷേ ഫലത്തിൽ പിണറായിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. എങ്ങനെ അല്ല, അത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാമല്ലോ. എന്താണ് ദേശാഭിമാനിക്ക് മനസ്സിലാവില്ല, പക്ഷെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. MT പിന്നീട് പറയാണ് ചെയ്തത് അത് മുഖ്യമന്ത്രിയോ സർക്കാരിനെ ഉദ്ദേശിച്ചല്ല എന്ന്. അല്ല, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇന്നലത്തെ ആ പ്രഭാഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിനെയും ഒരുപക്ഷെ പ്രധാനമന്ത്രിനെയും ഉദ്ദേശിച്ചിരിക്കാം. ഏതായാലും രണ്ടു പേർക്കും അത് ബാധകമാണ്. ഇന്നലെ MT പറഞ്ഞത് രണ്ടു പേർക്കും ബാധകമാണ്. ഈ സാധാരണഗതിയിൽ ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും കൂടുതലായി പിന്തുണയ്ക്കുക ഇടതുപക്ഷത്തെയാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ അധപ്പതിച്ചു CPM. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വല്ല നിവർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്തുണച്ചേനെ. ഇപ്പോൾ പിന്തുണയ്ക്കാൻ വയ്യാത്തൊരവസ്ഥ കേരളത്തിലെത്തി. പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. ഈ 1976 മുസ്ലിം ലീഗിനെ പിളർത്തിയതിൻ്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ്, അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പിളർത്താൻ ശ്രമിച്ചതും CPM ആണ്. അതിനെക്കുറിച്ച് CH മുഹമ്മദ് കോയ വ്യക്തമായിട്ട് ചന്ദ്രികയിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയണം, ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ഭാഗവും ഓർക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയത് ഇതേ CPM തന്നെയാണ്. അപ്പോൾ ലീഗിനോട് CPM കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് CH 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ CH പറഞ്ഞൊരു വാചകമുണ്ട്, വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കൂ എന്ന് പറഞ്ഞത് ഈ CPM-നെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ചരിത്രം മുഴുവൻ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പറയുന്നത് ചരിത്രത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അത് ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്തു. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഇത് ചാടിക്കയറി എടുക്കേണ്ട തീരുമാനമല്ല. ആലോചിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായിട്ട് ആലോചിച്ച് വേണ്ട സമയത്ത് തന്നെ തീരുമാനമെടുത്തു. ഇപ്പോൾ 22-ാം തീയതിയാണല്ലോ പ്രതിഷ്ഠയുള്ളത്. 10-ാം തീയതി തീരുമാനം ധാരാളമാണ്. 10-ാം തീയതി തന്നെ തീരുമാനമെടുത്തു. അത് നത്തോലിയുടെ അഭിപ്രായം കേട്ട് തിമിംഗലം തീരുമാനമെടുത്തു എന്ന് പറയുന്ന പോലെയായിപ്പോയി. അത്രേ ഞാൻ പറയുള്ളൂ. അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. സാമുദായിക സംഘടനകൾക്ക് തീരുമാനമെടുക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ. MT വാസുദേവൻ നായരുടെ വിവാദ പരാമർശത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത്. MT ഉദ്ദേശിച്ചത്
മോദിയെക്കുറിച്ച് ആണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും തങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് കേരള രാഷ്ട്രീയ തന്നെയാണ് എന്നാണ് ഇപ്പോൾ